ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണ്? ഫ്രൂട്ട് സലാഡ്. യെസ്, നമ്മൾ ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ പഴം എടുത്തിട്ടുണ്ട്, മുസമ്പി, ഗ്രീൻ ഗ്രേപ്സ്, പിന്നെ ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ആപ്പിൾ, പോംഗ്രനേറ്റ്, പൈനാപ്പിൾ. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പാലും, പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറാണ് കസ്റ്റർഡ് പൗഡർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് പാലിലിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൽ പാത്രത്തിലോട്ട് പാല് കൊണ്ട് തിളപ്പിക്കാം. അപ്പൊ നമ്മൾ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട പഞ്ചസാര. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. ഇനിയാണ് നമ്മൾ നേരത്തെ കലക്കി വെക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിട്ടിട്ട് ഒഴിക്കണം. ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ അടിപ്പിടിക്കും. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നല്ല കുറുകി വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. പൗഡർ ഇപ്പം നല്ല കുറുകി ഇരിപ്പുണ്ട്. നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് ഫ്രൂട്ട്സ് കട്ടിങ് എന്തായി നമുക്ക് നോക്കാം. എന്തായി? പൈനാപ്പിൾ, ഗ്രേപ്സ്, ആപ്പിൾ എപ്പോഴത്തേക്കാവും? ഇപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ആപ്പിളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് നമ്മുടെ കസ്റ്റർഡ് പൗഡറുമായിട്ട് മിക്സ് ചെയ്യാം. ഓരോ ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡർ വിത്ത് മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ്. നമുക്കിത് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്ത് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നല്ല തണുത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോർമൽ ഫ്രൂട്ട് സലാഡിൽ നിന്ന് വെറൈറ്റി ഇല്ലേ, കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുള്ള. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.